ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം രാജിവെച്ചു. രാജ്ഭവനിലെത്തിയാണ് ഗവർണർ CP രാധാകൃഷ്ണന് രാജിക്കത്ത് സമർപ്പിച്ചത്. നിയമസഭാ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് രാജി. പുതിയ മന്ത്രിസഭാ രൂപീകരണം വരെ കെയർടേക്കർ മുഖ്യമന്ത്രിയായി ഷിൻഡെ തന്നെ തുടരും. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തെ വേരോടെ പിഴുതെറിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വിജയിച്ചത്. BJPയും ശിവസേന ഷിൻഡെ പക്ഷവും NCP അജിത് പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി 288-ൽ 234 സീറ്റുമായി ഭരണം നിലനിർത്തി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റായിരുന്നു. BJP ഒറ്റയ്ക്ക് 132 സീറ്റ് നേടി. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആലോചനകൾ നീണ്ടുപോയെങ്കിലും അതിനുത്തരമായി. മഹാരാഷ്ട്രയെ നയിക്കാൻ ഫട്നാവിസ് തന്നെ. ഷിൻഡെയെയും അജിത് പവാറിനെയും പിണക്കാതെ രണ്ടുപേർക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം. ഷിൻഡെ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രിയാകുമെന്ന ചില ഉറച്ച തീരുമാനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന് അർഹതയുമുണ്ട്. ഇതൊരു തർക്കമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നായിരുന്നു കണക്കുകൂട്ടൽ. കാരണം മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ BJPക്ക് മുന്നിൽ പാഠമായുണ്ട്. 2020-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും ശിവസേനയും വേർപിരിയാനുണ്ടായ പ്രധാന കാരണം മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരിക്കെയാണ് 2022 ജൂൺ അവസാനത്തോടെ ഏക്നാഥ് ഷിൻഡെയും ശിവസേനയിൽ നിന്നുള്ള ഭൂരിപക്ഷം MLA-മാരും BJPയുമായി സഖ്യമുണ്ടാക്കുന്നത്. തുടർന്ന് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി വിശ്വാസ വോട്ടിന് ആഹ്വാനം ചെയ്തു. ജൂൺ 29-ന് അവിശ്വാസ പ്രമേയത്തിന് മുന്നോടിയായി ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനവും MLC അംഗത്വവും രാജിവെച്ചു. ഷിൻഡെ പിന്നീട് BJPയുമായി സഖ്യം രൂപീകരിക്കുകയും ജൂൺ 30-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു. ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായി. ശേഷം 2023 ജൂലൈയിലാണ് NCPയിലെ പിളർപ്പ്. അജിത് പവാർ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള BJP ശിവസേന സർക്കാരിൽ ചേർന്നു. പാർട്ടിയുടെ ഭൂരിപക്ഷം നിയമസഭാംഗങ്ങളുടെയും ഭാരവാഹികളുടെയും പിന്തുണയോടെയായിരുന്നു അജിത് പവാറിന്റെ പ്രവേശനം. തർക്കങ്ങൾ ഉണ്ടാകുമെന്നും മറ്റൊരു പിളർപ്പിന് സാക്ഷിയാകേണ്ടി വരുമെന്നുമുള്ള ഊഹാപോഹങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ പുറത്തുവരുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.